ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം പഞ്ചവിംശോധ്യായം 25-ാമത്തെ അധ്യായം. ഇതിൽ നാരദനും പ്രാചീന ബർഹിസും ആയുള്ള സംവാദം, പിന്നെ പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ തുടക്കം, ആരംഭം നോക്കാം. 25-ാമത്തെ അധ്യായം. മൈത്രേയ ഉവാച ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദധേ ഹരഃ. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദധേ ഹരഃ. അങ്ങനെ ആ ഭഗവാനായിരിക്കുന്ന ശ്രീരുദ്രൻ ആ രുദ്രഗീതമൊക്കെ ഇവരെ പ്രകാരം ഉപദേശിച്ചിട്ട് പ്രചേതസ്സുകളാൽ പൂജിതരായിട്ട് ആ രാജപുത്രന്മാർ നോക്കി നിൽക്കെ അവിടെ തന്നെ അദ്ദേഹം അന്തർധാനം ചെയ്തു. അന്തർധാനം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൈത്രേയ ഉവാച ഇതി സന്ദിശ്യ ഭഗവാനായിരിക്കുന്ന ആ ശ്രീരുദ്രൻ ഇതി സന്ദിശ്യ ഭഗവാൻ, ഇപ്രകാരം ആ ഭഗവാനായിരിക്കുന്ന ശ്രീരുദ്രൻ സന്ദിശ്യ ഉപദേശിച്ചിട്ട്, ആ പ്രചേതസ്സുകൾ ഉപദേശിച്ചു. ബാർഹിഷദൈരഭിപൂജിത, ആ പ്രചേതസ്സുകളാൽ പൂജിതനായിട്ട് രാജപുത്രാണാം പശ്യതാം രാജപുത്രാണാം, ആ രാജപുത്രന്മാരെ നോക്കി നിൽക്കെ തത്രയോ അന്തർദധേ ഹരഃ, അവിടത്തെ തന്നെ തത്രയേവ അവിടെ തന്നെ അന്തർധാനം ചെയ്തു. എന്നോട് പറയാത്ത വാക്കുകൾ പറയാം. ഭഗവാനായിരിക്കുന്ന ഹരഹ ശ്രീരുദ്രൻ ഇതി ഇപ്രകാരം സന്ദിശ്യ ഉപദേശിച്ച് ബാർഹിഷദൈഹി ആ പ്രചേതസ്സുകളാൽ പൂജിതരായിട്ട് രാജപുത്രാണാം ആ രാജപുത്രന്മാർ പശ്യതാം നോക്കി നിൽക്കെ തത്ര ഏവ അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ഒന്നും കൂടെ പറയാം. ഭഗവാനായിരിക്കുന്ന ഹരഹ ശ്രീരുദ്രൻ ഇതി ഇപ്രകാരം സന്ദിശ്യ ഉപദേശിച്ച് ബാർഹിഷദൈഹി ആ പ്രചേതസ്സുകളാൽ പൂജിതരായിട്ട് രാജപുത്രാണാം ആ രാജപുത്രന്മാർ പശ്യതാം നോക്കി നിൽക്കെ തത്ര ഏവ അവിടെ തന്നെ അന്തർധാനം ചെയ്തു. പദാന്വയം ഭഗവാൻ ഹരഹ ഇതി സന്ദിശ്യ ബാർഹിഷദൈഹി അഭിപൂജിതഃ രാജപുത്രാണാം പശ്യതാം തത്ര ഏവ അന്തർദധേ. ഭഗവാൻ ഹരഃ ഇതി സന്ദിശ്യ ബാർഹിഷദൈഹി അഭിപൂജിതഃ രാജപുത്രാണാം പശ്യതാം തത്ര ഏവ അന്തർദധേ. ഭഗവാനായിരിക്കുന്ന ശ്രീരുദ്രൻ ഇപ്രകാരം ഉപദേശം കൊടുത്ത് പ്രചേതസ്സുകളാൽ പൂജിതരായിട്ട് ആ രാജപുത്രന്മാർ നോക്കി നിൽക്കെ അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ഭഗവാനായിരിക്കുന്ന പരമേശ്വരൻ ഇപ്രകാരം ഉപദേശിച്ചിട്ട്, ആ രുദ്രഗീതമൊക്കെ ഉപദേശിച്ചിട്ട് പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായിരിക്കുന്ന പ്രചേതസ്സുകളാൽ പൂജിക്കപ്പെട്ടവനായിട്ട് അവർ നോക്കി നിൽക്കെ അന്തർധാനം ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ ഹരൻ ആ പ്രചേതസ്സുകളാൽ പൂജിതനായി ആ രാജപുത്രന്മാർ നോക്കി നിൽക്കെ തന്നെ അവിടെ അന്തർധാനം ചെയ്തു. ജ്ഞാനാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ പരമശിവൻ ഇപ്രകാരം ഉപദേശം കൊടുത്ത് ആദരപൂർവ്വം ആ പ്രചേതസ്സുകൾ സ്തോത്ര നമസ്കാരാദികൾ ചെയ്ത് പൂജിച്ചു. ആ രാജപുത്രന്മാരായിരിക്കുന്ന അവർ ആ ഭഗവാന്റെ രൂപത്തെ നോക്കിക്കൊണ്ടിരിക്കെ ഭഗവാൻ അവിടെ തന്നെ മറയുകയും ചെയ്തു. ശ്രീരുദ്രൻ ഉപദേശിച്ചതായ ആ ഭഗവത് സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് ആ പ്രചേതസ്സുകൾ എല്ലാ പേരും 10,000 സംവത്സര കാലം ആ ജലത്തിൽ സ്ഥിതന്മാരായിട്ട് തപസ് ചെയ്തു. ഇപ്പോഴത്തെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. അപ്പം മദ്ഗീതം പഠതി സ ഹരിമാരാധയതി പുരുഷോ യദ്യദിച്ഛതി തദസ്മാത് മദ്ഗീതാത് സർവം വിന്ദതേ. യഃ പ്രാതരുത്ഥായ ശ്രദ്ധയാ ശൃണുയാത് ശ്രാവയേദ്ധ്വാ സർവകർമ്മബന്ധനൈർമുച്യതേ.
ഹേ രാജപുത്ര, ഹേ പ്രചേതസ, മദ്ഗീതം ജപന്തോ മഹത്തപശ്ചരധ്വം തദോന്തേ ഈപ്സിതം പ്രാപ്സ്യഥ. ഇത് ശ്രീമദ്ഭാഗവതേ ചൂർണികായാം ചതുർത്ഥസ്കന്ധേ ചതുർവിംശോധ്യായ. ഇനി അടുത്തത് പ്രചേതസ്തു തപസ്യസ്തു തത്പിത്രേ നാരദോ ഘൃണീ. ആ പ്രചേതസ്സുകളെ തപസ് ചെയ്തു. അപ്പോൾ നാരദൻ അവിടെ ചെന്നിട്ട് പ്രാചീനബർഹിഷേധ്യാത്മം പാരോക്ഷേണാഹ പഞ്ചഭി. ആ നാരദൻ അവിടെ ചെന്നിട്ട് പ്രാചീന ബർഹുസുമായിട്ടുള്ള സംവാദം, ഇതിൽ ഇവർ തപസ് ചെയ്യണതിൽ കണ്ടതിൽ വിഷമം തോന്നിയിട്ട് ആ നാരദൻ പ്രാചീന ബർഹിസിനെ സമീപിച്ചിട്ട് പ്രാചീന ബർഹിഷേധ്യാത്മം പാരോക്ഷേണാഹ പഞ്ചഭി, ആ അദ്ദേഹവുമായിട്ടുള്ള സംവാദം. പിന്നെ പുരഞ്ജന കഥാഖ്യാജാത്, പുരഞ്ജന കഥയുടെ പ്രാരംഭം പഞ്ചവിംശം തൊട്ടിട്ട് പഞ്ചവിംശേതു ആത്മനോ ബുദ്ധിസംഗേന വിവിധാമാഹ സംസ്കൃതിം, പുരഞ്ജനോപാഖ്യാനം തുടങ്ങുന്ന ഭാഗം. അപ്പോൾ ഇവിടെ മൈത്രേയൻ പറയുകയാണ്, ഹേ വിദുര, അല്ലയോ വിദുര, ഭഗവാൻ ശിവ ഏവം സന്ദിശ്യ, ആ ഭഗവാൻ ശിവൻ ഇപ്രകാരം ഉപദേശമൊക്കെ കൊടുത്തിട്ട് പ്രചേതോഭി പൂജിത, പ്രചേതസ്സുകളാൽ പൂജിതനായിട്ട് സൻ തത്രൈവ അന്തർദധേ, അവിടെ അന്തർധാനം ചെയ്തു. ഹേ വിദുര, ഭഗവാൻ ശിവ ഏവം സന്ദിശ്യ, ഭഗവാൻ ശിവൻ ഇപ്രകാരം ഉപദേശം കൊടുത്ത് പ്രചേതോഭി, ആ പ്രചേതസ്സുകളാൽ പൂജിതനായിട്ട് സൻ തത്രൈവ അന്തർദധേ, അവിടെ അന്തർധാനം ചെയ്തു. മൈത്രേയ ഉവാച ഹേ വിദുര, ഭഗവാൻ ശിവ ഏവം സന്ദിശ്യ പ്രചേതോഭി പൂജിത സൻ തത്രൈവ അന്തർദധേ എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേപുർവർഷാണാമയുതം ജലേ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേപുർവർഷാണാമയുതം ജലേ. ആ പ്രചേതസ്സുകളെല്ലാവരും ആ ശ്രീരുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ട ആ ഭഗവാന്റെ സ്തോത്രം ജപിച്ചുകൊണ്ട് 10,000 സംവത്സരക്കാലം, അയുധം 10,000 സംവത്സരക്കാലം ആ ജലത്തിൽ തപസ് ചെയ്തു. തേപുഹു, അപ്പോൾ തേ സർവേ പ്രചേതസഃ, ആ പ്രചേതസ്സുകളെല്ലാവരും തന്നെ രുദ്രഗീതം, ശ്രീരുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവാന്റെ സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് വർഷാണാമയുധം 10,000 സംവത്സരക്കാലം ജലേ, ആ ജലത്തിൽ തപസ് ചെയ്തു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. തേ സർവേ പ്രചേതസഃ, ആ പ്രചേതസ്സുകളെല്ലാവരും രുദ്രഗീതം, ശ്രീരുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവാന്റെ സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് വർഷാണാമയുതം 10,000 സംവത്സരം കാലം ജലത്തിൽ തപസ് ചെയ്തു. അതാണ് രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേപുർവർഷാണാമയുതം ജലേ. പലത്തെ അന്വയം വന്നിട്ട് തേ സർവേ പ്രചേതസഃ രുദ്രഗീതം ഭഗവതഃ സ്തോത്രം ജപന്തഃ വർഷാണാമയുതം ജലേ തപസ്തേപുഹു. കൂടി പറയാം. തേ സർവേ പ്രചേതസഃ രുദ്രഗീതം ഭഗവതഃ സ്തോത്രം ജപന്തഃ വർഷാണാം അയുതം ജലേ തപഃ തേപുഹു. ആ പ്രചേതസ്സുകളെല്ലാവരും തന്നെ ആ ശ്രീരുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവാന്റെ സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് 10,000 സംവത്സരക്കാലം ജലത്തിൽ തപസ് ചെയ്തു. പരമേശ്വരൻ ഉപദേശിച്ച ആ ഭഗവത് സ്തോത്രം ജപിച്ചുകൊണ്ട് ആ പ്രചേതസ്സുകൾ 10,000 സംവത്സരക്കാലം ജലാന്തർഭാഗത്ത് തപസ് ചെയ്തു. ആ പ്രചേതസ്സുകൾ എല്ലാവരും രുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവത് സ്തോത്രം ജപിച്ചുകൊണ്ട് 10,000 സംവത്സരം ജലത്തിൽ തപസ് ചെയ്തു.
പ്രചേതസ്സുകളുടെ തപസ്സിൻ്റെ സ്വഭാവത്തെ വിവരിച്ച ശേഷം, അപ്പോൾ ഇതിൽ പറഞ്ഞു, ശ്രീരുദ്രൻ ഉപദേശിച്ചതായ ആ ഭഗവത് സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് ആ പ്രചേതസ്സുകൾ എല്ലാ പേരും 10,000 സംവത്സരക്കാലം ജലത്തിൽ സ്ഥിതമായിട്ട് തപസ് ചെയ്തു എന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം തതഃ അതിനുശേഷം അപ്രചേതസ്സുകൾ രുദ്രഗീതം ജപന്തോ, രുദ്രഗീതം ജപിച്ചിട്ട് ജലേ പ്രവിശ്യ, ജലത്തിൽ പ്രവേശിച്ചിട്ട് വർഷാണാമയുതം 10,000 സംവത്സരക്കാലം തപസ്തേബുഹു, തപസ് ചെയ്തു. തതഃ പ്രചേതസ്സോ രുദ്രഗീതം ജപന്തോ ജലേ പ്രവിശ്യ, അങ്ങനെ പ്രചേതസ്സുകളെ രുദ്രഗീതം ജപിച്ചിട്ട് ആ ജലത്തിൽ പ്രവേശിച്ച് വർഷാണാമയുതം 10,000 സംവത്സരക്കാലം തപസ്തേബുഹു, തപസ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ശ്ലോകം നോക്കാം. പ്രാചീനബർഹിഷം ക്ഷത്തഃ കർമ്മ സ്വാസക്തമാനസം നാരദോധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. പ്രാചീനബർഹിഷം ക്ഷത്തഃ കർമ്മസ്വാസക്തമാനസം നാരദോധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. അല്ലയോ വിതുര, ആധ്യാത്മിക തത്വം അറിയുന്നവനും ദയാലുവും ആയിരിക്കുന്ന ശ്രീനാരദ മഹർഷി ആ കർമ്മങ്ങളിൽ ആസക്തനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനെ, കർമ്മങ്ങളിൽ കർമ്മഠനാണ് പ്രാചീന ബർഹിസ്. എപ്പോഴും യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് കർമ്മഠനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനെ ഉപദേശം കൊടുക്കണം. പ്രത്യബോധയെ ഉപദേശിക്കുകയാണ്. അല്ലയോ വിതുര, അധ്യാത്മതത്വജ്ഞ, അധ്യാത്മതത്വം അറിയുന്നവരും കൃപാലുവുമായിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷി പ്രാചീനബർഹിഷം ക്ഷത്തഃ, പ്രാചീനബർഹിസിനെ വിതുര കർമ്മസ്വാസക്തമാനസം, കർമ്മിഷ്ഠനായിരിക്കുന്ന ആ സക്തമാനസൻ, ആസക്തി മനസ്സിൽ ആ കർമ്മത്തിനോടുള്ള ആസക്തി നിമിത്തം മൂഢനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിന് നാരദോ അധ്യാത്മതത്വജ്ഞ, നാരദൻ, അധ്യാത്മതത്വം അറിയുന്ന നാരദൻ വളരെ ദയാലുവായിട്ട് കൃപാലുഹു പ്രത്യബോധയത്, അദ്ദേഹത്തിനെ ഉപദേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിലത്തെ പദങ്ങളെ ഹേ ക്ഷത്തഃ, അല്ലയോ വിതുര, അധ്യാത്മതത്വജ്ഞ, ആ അധ്യാത്മതത്വം അറിയുന്നവരും കൃപാലുഹു ദയാലുവും ആയിരിക്കുന്ന നാരദൻ, ശ്രീനാരദ മഹർഷി, കർമ്മസു കർമ്മങ്ങളിൽ ആസക്തമാനസം, ആസക്തനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനെ പ്രത്യബോധയത് ഉപദേശിച്ചു. എന്നോട് പറയാം. ഹേ ക്ഷത്തഃ, അലയോ വിതുര, അധ്യാത്മതത്വജ്ഞ, അധ്യാത്മതത്വം അറിയുന്നവനും കൃപാലുഹു ദയാലുവും ആയിരിക്കുന്ന നാരദഃ, ശ്രീനാരദ മഹർഷി, കർമ്മസു കർമ്മങ്ങളിൽ ആസക്തമാനസം, ആസക്തനായിരിക്കുന്ന പ്രാചീന ബർഹിസിനെ പ്രത്യബോധയത് ഉപദേശിച്ചു. പദത്തെ അന്വയം വന്നിട്ട് ഹേ ക്ഷത്തഃ അധ്യാത്മതത്വജ്ഞ കൃപാലുഹു നാരദഃ കർമ്മസു ആസക്തമാനസം പ്രാചീനബർഹിഷം പ്രത്യബോധയത്. ഒന്നുകൂടി പറയാം. ഹേ ക്ഷത്തഃ അധ്യാത്മതത്വജ്ഞ കൃപാലുഹു നാരദഃ കർമ്മസു ആസക്തമാനസം പ്രാചീനബർഹിഷം പ്രത്യബോധയത്. അല്ലയോ വിതുര, ആ അധ്യാത്മതത്വം അറിയുന്നവനും കൃപാലുവുമായിരിക്കുന്ന ശ്രീനാരദ മഹർഷി കർമ്മങ്ങളിൽ ആസക്തനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനെ ഉപദേശിച്ചു. അധ്യാത്മതത്വത്തെ അറിയുന്നവനും കൃപാലുവും ആയിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷി, അല്ലയോ നാരദ, ആ പ്രവൃത്തി മാർഗത്തിൽ തൽപരനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനെ സമീപിച്ചിട്ട് നിവൃത്തി മാർഗത്തെപ്പറ്റി ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി. അപ്പോൾ വിതുര, അധ്യാത്മതത്വം അറിയുന്നവനും കൃപാലുവുമായിരിക്കുന്ന നാരദൻ കർമ്മങ്ങളിൽ അത്യാസക്തനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനോട് പറഞ്ഞു. അപ്പോൾ പ്രചേതസ്സുകളുടെ തപസ്സിൻ്റെ സ്വഭാവത്തെ വിവരിച്ച ശേഷം അവരുടെ പിതാവായിരിക്കുന്ന പ്രാചീന ബർഹിസിൻ്റെ അവസാന ചരിത്രത്തെ പറയുന്നു. ഹേ വിതുര, വേദോക്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിൽ വളരെ തൽപരനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിന് പരമാത്മസാക്ഷാത്കാരത്താൽ പ്രാണികാരുണ്യശീലനായിരിക്കുന്ന ശ്രീനാരദൻ ആ തത്വജ്ഞാനം ഉപദേശിച്ചു. തത്വജ്ഞാനത്തെ ഉപദേശിക്കുകയാണ് അവിടെ ചെയ്യുന്നത്.
അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഉപദേശിച്ചു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഒന്നുകൂടി നോക്കാം നമ്മൾക്ക്. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്നുള്ളത് ഏവം പ്രചേതസാം കഥാ തൽപിതുർ വൃത്താന്തമാഹ. തതഃ പ്രചേതസോ രുദ്രഗീതം ജപന്തോ ജലേ പ്രവിശ്യ വർഷാണാമയുധം തപസ്തേഭുഃ ഏവം പ്രചേതസാം മൂന്നാമത്തെ ശ്ലോകം. ഏവം പ്രചേതസാം കഥാം അസമാപ്യേവ തൽപിതുർ വൃത്താന്തമാഹ. ഹേ വിതുര, പ്രാചീനബർഹിഷം കർമ്മസു സക്തം. ആ പ്രാചീനബർഹിസ് കർമ്മത്തിൽ ആസക്തനായിരിക്കുന്ന പ്രാചീനബർഹിഷം കർമ്മസു സക്തം ദൃഷ്ട്വ. അങ്ങനെ കർമ്മനിഷ്ഠനായിട്ട് കണ്ടിട്ട് കൃപാലുവായിരിക്കുന്ന നാരദൻ, ശ്രീനാരദ മഹർഷി നാരദ ഏത്യ തം പ്രാബോധയൻ അദ്ദേഹത്തെ ഉപദേശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഹേ വിദുര, പ്രാചീനബർഹിഷം കർമ്മസു സക്തം ദൃഷ്ട്വ. കർമ്മത്തിലെ ആസക്തി, പ്രാചീനബർഹിസിൻ്റെ കർമ്മത്തിലെ ആസക്തിയെ കണ്ടിട്ട് കൃപാലുവായിരിക്കുന്ന നാരദൻ ഏത്യ തം അദ്ദേഹത്തെ അദ്ദേഹത്തെ ഉപദേശിച്ചു, വളരെയധികം ഉപദേശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നാലാമത്തെ ശ്ലോകം നോക്കാം. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മനൈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മനൈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. ലയോ രാജാവേ, ആ കർമ്മത്തിലൂടെ ആത്മാവിൻ്റെ ആ എപ്രകാരമുള്ള ശ്രേയസ്സിനെയാണ് ഇച്ഛിക്കുന്നത്. കഥമദ്രാജൻ ശ്രേയസ്തം, എപ്രകാരമുള്ള ശ്രേയസ്സിനെയാണ് ഈഹസെ ഇച്ഛിക്കുന്നത്. ശ്രേയസ് എന്നാൽ ദുഃഖഹാനിയും സുഖവാപ്തി സുഖലബ്ധിയുമാണ്. ദുഃഖഹാനിയും സുഖലബ്ധിയുമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അത് ഈ കർമ്മത്തിൽ ലഭ്യമല്ല. അപ്പോൾ സുഖം എന്നുള്ള അവസ്ഥ ഈ കർമ്മം കൊണ്ട് ലഭ്യമല്ല, നേരെ മറിച്ച് എപ്പോഴും ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മന ഈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. ഹേ രാജൻ, അല്ലയോ രാജാവേ, കർമ്മത്തിലൂടെ ആത്മാവിൻ്റെ കഥമത് എപ്രകാരം ഉള്ള ശ്രേയസ്സിനെയാണ് ഈഹസെ ഇച്ഛിക്കുന്നത്. ശ്രേയസ് എന്നാൽ ദുഃഖഹാനി ശാന്തിയും സുഖാവാപ്തി സുഖലബ്ധിയും ആണ്. അത് ഈ കർമ്മത്തിൽ നിന്ന് ന ഇഷ്യതേ ലഭ്യമല്ല. അപ്പം ശ്രേയസ് ഈ കർമ്മത്തിൽ നിന്നും ഒരിക്കലും ലഭ്യം അല്ല എന്നാണ് ഉപദേശിച്ചത്. ഹേ രാജൻ, അല്ലയോ രാജാവേ, കർമ്മത്തിലൂടെ ആത്മാവിൻ്റെ കഥമൽ എപ്രകാരമുള്ള ശ്രേയസിനെയാണ്, കഥമത് എപ്രകാരമുള്ള ശ്രേയസിനെയാണ് ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ശ്രേയസ് എന്നാൽ ദുഃഖഹാനി ദുഃഖശാന്തിയാണ്, സുഖാവാപ്തി സുഖലബ്ധിയും ആണ്. അത് ഈ കർമ്മത്തിൽ നിന്നും നയിഷ്യതേ ലഭ്യമല്ല. അതിൽ തന്മയം വന്നിട്ട് ഹേ രാജൻ ആത്മനഃ കഥമത് ഈഹസേ ദുഃഖഹാനി സുഖാവാപ്തി തത് ഇഹ ന ഇഷ്യത്തെ. എന്നൂടെ പറയാം. ഹേ രാജൻ ആത്മനഃ കഥമത്
ഈഹസേ ശ്രേയ ദുഃഖഹാനി സുഖാവാപ്തി തൽ ഇഹ ന ഇഷ്യത്തെ. അല്ലയോ രാജാവേ, കർമ്മത്തിലൂടെ ആത്മാവിൻ്റെ എപ്രകാരമുള്ള ശ്രേയസിനെയാണ് ഇച്ഛിക്കുന്നത്? ശ്രേയസ് എന്നാൽ ദുഃഖശാന്തിയും സുഖലബ്ധിയും ആണ്. അത് ഈ കർമ്മത്തിൽ നിന്നും നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീനാരദ മഹർഷി പ്രവൃത്തി മാർഗത്തിൽ തൽപരനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനെ ഉപദേശിച്ചു. നിവൃത്തി മാർഗത്തെപ്പറ്റി ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി. ശ്രീനാരദ മഹർഷി പ്രാചീന ബർഹിസിനോട് ചോദിക്കുന്നു, അല്ലയോ രാജൻ, അങ്ങ് ഈ കർമ്മം കൊണ്ട് എന്ത് ശ്രേയസ്സാണ് കാക്ഷിക്കുന്നത്? ദുഃഖശമനവും സുഖപ്രാപ്തിയുമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. കർമ്മം കൊണ്ട് അത് രണ്ടും നമുക്ക് ലഭ്യം അല്ല. അല്ലയോ രാജൻ, അങ്ങ് കർമ്മം കൊണ്ട് എന്ത് ശ്രേയസ്സാണ് ആഗ്രഹിക്കുന്നത്? ശ്രേയസ് എന്നാൽ ദുഃഖ നാശനവും സുഖപ്രാപ്തിയുമാണ്. ഇത് രണ്ടും കർമ്മം കൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ വേദോക്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിൽ വളരെ തൽപരനായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിനെ പരമാത്മസാക്ഷാത്കാരത്താൽ കാരുണ്യശീലനായിരിക്കുന്ന ആ ശ്രീനാരദൻ തത്വജ്ഞാനം ഉപദേശിച്ചു. യാഗാദി കർമ്മങ്ങളെ ബഹുകാലം അനുഷ്ഠിക്കുന്നത് കൊണ്ട് അന്ധക്കരണം രാഗാദി ദോഷങ്ങളിൽ നിന്നും മുക്തമായി വരും. അതിനെ തന്നെ ചിത്തശുദ്ധി എന്ന് വേദാന്തത്തിൽ പറയുന്നു. ചിത്തം ശുദ്ധമായി വരുമ്പോൾ തത്വജ്ഞാനികളുടെ കൃപാകടാക്ഷത്തിൻ്റെ പാത്രീഭൂതം ആയിത്തീരും. ആ മാർഗത്തിൽ പ്രവേശിച്ച് പരമസാക്ഷാത്കാരം അനുഭവിപ്പാനിടവരും എന്നുള്ള ആ വേദാന്ത ശാസ്ത്രത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എത്ര കാലം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും മോക്ഷം സിദ്ധിക്കുകയില്ല. ചിത്തശുദ്ധിദ്വാര ജ്ഞാനമുണ്ടായാൽ മാത്രമേ മോക്ഷാർഹൻ ആവുകയുള്ളൂ. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഇതിന് വ്യാഖ്യാനത്തിൽ പറഞ്ഞത് എന്താണെന്ന്. ഹേ വിതുര, പ്രാചീനബർഹിഷം കർമ്മസു സക്തം ദൃഷ്ട്വാ കൃപാലുർനാരദ ഏത്യ തം പ്രബോധയൻ. നാരദ ഉവാച, ഹേ രാജൻ, അല്ലയോ രാജാവേ, ഇഹ കർമ്മണാ ശ്രേയ ഇച്ഛസി. ഇവിടെ കർമ്മം കൊണ്ട് അങ്ങ് ശ്രേയസ് ഇച്ഛിക്കുകയാണെങ്കിൽ തത് മോക്ഷരൂപം ശ്രേയ, മോക്ഷരൂപമായിരിക്കുന്ന ശ്രേയസ് കർമ്മണാന ഭവതി, കർമ്മം കൊണ്ട് ഒരിക്കലും ഭവിക്കുന്നില്ല. ഹേ രാജൻ, അല്ലയോ രാജാവേ, ഇഹ കർമ്മണാ ശ്രേയ ഇച്ഛസി. ഇവിടെ കർമ്മം കൊണ്ട് അങ്ങ് ശ്രേയസിനെ ഇച്ഛിക്കുന്നുവെങ്കിൽ തത് മോക്ഷരൂപം, ആ ശ്രേയസിൻ്റേതായിരിക്കുന്ന മോക്ഷസ്വരൂപത്തെ, മോക്ഷരൂപം ശ്രേയ കർമ്മണാന ഭവതി, കർമ്മം കൊണ്ട് അങ്ങക്ക് ലഭിക്കുന്നില്ല. ശ്രേയസ്സും പ്രേയസ്സും വ്യത്യസ്തങ്ങളാണ്. ആ മോക്ഷത്തിന് ഉപയുക്തമായിട്ടുള്ളത് ഏതോ അതാണ് ശ്രേയസ്. ലൗകികമായ സുഖങ്ങൾക്ക് ഉപയുക്തമായത് പ്രേയസ്. വിവേകികൾ ശ്രേയസ്സിനെയാണ് സ്വീകരിക്കുക. അന്യത് ശ്രേയോന്യതുതൈവ പ്രേയസ്തേ ഉഭേനാനാർത്ഥേ പുരുഷം സിനീത തയോഃ ശ്രേയ ആദദാനസ്യ സാധു ഭവതി ഹീയതേ. ആദദാനസ്യ സാധു ഭവതി ഹീയതേർത്ഥാദ്യ ഉ പ്രേയോ വൃണീതേ. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, യജ്ഞങ്ങളിലൂടെ സ്വർഗപ്രാപ്തി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അത് ശ്രേയസ്സല്ല, പ്രേയസ്സാണ്. പ്രാചീന ബർഹിസിൻ്റെ കർമാസക്തി അദ്ദേഹത്തെ അധപ്പതിപ്പിക്കും എന്ന് ആ ശ്രീനാരദ മഹർഷി മനസ്സിലാക്കുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. രാജോവാച, ന ജാനാമി മഹാഭാഗ പരം കർമാപ വിദ്ധധീ ബ്രൂഹി മേ വിമലം ജ്ഞാനം ഏനമുച്ഛേദ കർമ്മഭിഃ. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധധീഃ ബ്രൂഹി മേ വിമലം ജ്ഞാനം ഏനമുച്ഛേദ കർമ്മഭിഃ. അല്ലയോ മഹാഭാഗ, മഹാത്മാവേ, കർമാപവിദ്ധധീഃ, കർമാസക്തിയാൽ നശിപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ഞാൻ,
കർമാപവിദ്ധധീ കർമ്മ ആസക്തിയാൽ നശിപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ഞാൻ ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തെന്ന് അറിയുന്നില്ല. ന ജാനാമി ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ഏന എന്തുകൊണ്ട് കർമ്മഭിഹി ആ കർമ്മങ്ങളാൽ മുച്ഛേദ മോചിതനാകാമോ. തത് വിമലം അതിനുതകുന്ന ശുദ്ധമായിരിക്കുന്ന ജ്ഞാനം മേ എനിക്ക് ബ്രൂഹി ഉപദേശിച്ചു തന്നാലും എന്നുള്ളത് പറയുകയാണ്. ആ പ്രാചീന പറീസർ ശ്രീനാരദ മഹർഷിയോട്, ഹേ മഹാഭാഗ, അല്ലയോ മഹാത്മാവേ, കർമാപവിദ്ധധീ കർമാസക്തിയാൽ നശിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ഞാൻ പരം ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തെന്ന് ന ജാനാമി അറിയുന്നില്ല. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധധീ ശ്രേഷ്ഠമായത് എന്തെന്ന് അറിയുന്നില്ല. ഏന അതുകൊണ്ട് ഏതുകൊണ്ട് ഏന എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ട് കർമ്മഭിഹി കർമ്മങ്ങളാൽ മുച്ഛേത മോചിതനാകാമോ. തത് വിമലം അതിനുതകുന്ന അശുദ്ധമായിരിക്കുന്ന ജ്ഞാനം മേ എനിക്ക് ബ്രൂഹി ഉപദേശിച്ചു തന്നാൽ. ബ്രൂഹി മേ എനിക്ക് ഉപദേശിച്ചു തന്നാലും വിമലമായിരിക്കുന്ന ആ ജ്ഞാനത്തെ ഏന ഏതുകൊണ്ടാണോ കർമ്മങ്ങളാൽ മോചിതൻ ആകുന്ന ആ വിമലമായിരിക്കുന്ന ജ്ഞാനം അതിനെ ഉപദേശിച്ചു തന്നാലും പറയാണ്. പദങ്ങൾ നോക്കാം. ഹേ മഹാഭാഗ, അലയോ മഹാത്മാവേ, കർമാപവിദ്ധധീ കർമാസക്തിയാൽ നശിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ഞാൻ പരം ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തെന്ന് ന ജാനാമി അറിയുന്നില്ല. ഏന ഏതുകൊണ്ട് കർമ്മഭി കർമ്മങ്ങളാൽ മുച്ഛേദ മോചിതനാകാമോ. തത് വിമലം അതിന് ഉതകുന്ന ശുദ്ധമായിരിക്കുന്ന ജ്ഞാനം മേ എനിക്ക് ബ്രൂഹി ഉപദേശിച്ചു തന്നാലും. ഇതിലത്തെ വ്യാഖ്യാനം അന്വയം. ഹേ മഹാഭാഗ, കർമാപവിദ്ധധീ പരം ന ജാനാമി യേന കർമ്മഭിഃ മുച്ഛേത തദ്വിമലം ജ്ഞാനം മേ ബ്രൂഹി. ഒന്നുകൂടി പറയാം. ഹേ മഹാഭാഗ, കർമാപവിദ്ധധീ പരം ന ജാനാമി യേന കർമ്മഭിഃ മുച്ഛേത തദ്വിമലം ജ്ഞാനം മേ ബ്രൂഹി. അല്ലയോ മഹാത്മാവേ, കർമാസക്തിയാൽ നശിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ഞാൻ ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തെന്ന് അറിയുന്നില്ല. ഏതുകൊണ്ട് കർമ്മങ്ങളാൽ മോചിതനാകാമോ. അതിനുതകുന്നതാകുന്ന ശുദ്ധമായിരിക്കുന്ന ജ്ഞാനം എനിക്ക് അങ്ങ് ഉപദേശിച്ചു തന്നാലും. അല്ലയോ മഹാത്മൻ, യാഗാദി കർമ്മങ്ങളിൽ മുഴുകിയ എനിക്ക് ശ്രേയോമാർഗം എന്തെന്ന് അറിയില്ല. ആ കർമ്മത്തിൽ നിന്ന് മോചനം ലഭിപ്പാൻ ഉപയുക്തമായിരിക്കുന്ന കേവല ജ്ഞാനം എന്തെന്ന് അങ്ങ് എന്നെ ഉപദേശിച്ചു തന്നാലും. ഇങ്ങനെ പറഞ്ഞ് ആ ഭഗവാൻ അഞ്ചാമത്തെ അല്ലേ അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ ആ അർത്ഥം വന്നിട്ട്, മഹാഭാഗ, കർമ്മവാസനകളാൽ വിക്ഷിപ്തമായിരിക്കുന്ന മനസ്സായിരിക്കുന്ന ഞാൻ പരമശ്രേയസിനെ പറ്റി ഒന്നും അറിയുന്നില്ല. യാതൊന്നിനാൽ ഞാൻ കർമ്മവാസനകളാൽ മോചിക്കപ്പെടുമോ ആ നിർമ്മല ജ്ഞാനം എനിക്ക് അങ്ങ് ഉപദേശിച്ചു തന്നാലും. അപ്പം അന്ധക്കരണത്തിൽ ആ മാലിന്യം ഉള്ളവരോട് ചെയ്യുന്ന തത്വോപദേശം സഫലമായി വരികയില്ല. അതിനാൽ രാജാവിൻ്റെ അന്ധക്കരണ ശുദ്ധിയെ പരീക്ഷിപ്പാനായിട്ട് ശ്രീനാരദൻ രാജാവിനോട് ചോദിക്കുന്നു. ഹേ രാജൻ, രാജാവായ അങ്ങയുടെ സകല വ്യാപാരങ്ങളും വിചാരപൂർവമായിരിക്കണമല്ലോ. പ്രാകൃതന്മാരെ പോലെ പൂർവ്വ ആപരചിന്ത കൂടാതെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് രാജോചിതം അല്ല. അതിനാൽ ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ മനസ്സിരുത്തി മറുപടി പറയണം. അങ്ങ് ബഹുകാലമായിട്ട് വേദോക്ത കർമ്മങ്ങളെ ഉണ്ടല്ലോ. അങ്ങക്ക് ഏതൊരു വിധമായിരിക്കുന്ന ശ്രേയസ് ഉണ്ടാകും എന്നാണ് ആഗ്രഹിച്ചാണ് ഈ കർമ്മങ്ങൾ നടത്തുന്നത്. തൽക്കാല ദുഃഖ നിവൃത്തിയും തുച്ഛസുഖപ്രാപ്തിയും
കർമ്മഫലം ആണെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ വിവേകികൾ അതുമാത്രം കൊണ്ട് ആവണം എന്നില്ല. ദുഃഖങ്ങളുടെ ആത്യന്തിക നിവൃത്തിയും പരാനന്ദപ്രാപ്തിയുമാണ് പരമശ്രേയസ്സെന്നല്ലയോ വിവേകികളുടെ നിശ്ചയം. ആ ശ്രേയസ് കർമ്മം കൊണ്ട് സിദ്ധിക്കുകയില്ലെന്ന് നിശ്ചയം തന്നെ. പുനർജന്മ മരണങ്ങൾക്ക് കാരണമാണ് ആ കർമ്മം. അപ്പോൾ ബഹുകാലം വേദോക്ത കർമാനുഷ്ഠാനങ്ങളുടെ ഫലത്താൽ ചിത്തശുദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന രാജാവ് മറുപടി പറയുന്നു: ഹേ മഹാഭാഗ്യവാനായിരിക്കുന്ന മുനെ, അതാത് കർമ്മങ്ങൾക്കുള്ള ഫലങ്ങളെ കേൾക്കുന്ന സമയം അതാത് ഫലങ്ങളിൽ കാംക്ഷയോടുകൂടിയ ഞാൻ കർമ്മങ്ങളെക്കാൾ ഉത്കൃഷ്ടവും പുണ്യപാപ രൂപങ്ങളുമായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പാൻ കാരണവുമായിരിക്കുന്ന ആ നിർമ്മലമായിരിക്കുന്ന ജ്ഞാനത്തെ അറിയുന്നില്ല. നിന്തിരുവടി എനിക്ക് ആ ജ്ഞാനത്തെ ഉപദേശിച്ചു തന്നാലും. അപ്പോൾ ഇവിടെ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. തത് മോക്ഷരൂപം ശ്രേയ കർമ്മണ നഭവതി പ്രാചീനബർഹിരുവാച. പ്രാചീനബർഹിസ് പറയാണ്: ഹേ മഹാഭാഗ, അല്ലയോ മഹാഭാഗനായിരിക്കുന്ന ശ്രീനാരദ മഹർഷേ, കർമാപവിദ്ധധീ, കർമ്മം ചെയ്തിട്ട് വരുന്ന ആ അബദ്ധങ്ങൾ, ഈ കർമ്മത്തിൽ ആസക്തനായിരിക്കുന്ന ഞാൻ ഈ ശ്രേയസ്സിനെ പറ്റി, ശ്രേയോന്ന് ജാനാമി, ഈ ശ്രേയസ്സിനെ പറ്റി ഞാൻ അറിയുന്നില്ല. അതോമേ ജ്ഞാനം ബ്രൂഹി, ആ ജ്ഞാനത്തെക്കുറിച്ച്, ആ നിർമ്മലമായിരിക്കുന്ന ആ ജ്ഞാനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു തന്നാലും. ഹേ മഹാഭാഗ, കർമാപവിദ്ധധീഹി, കർമ്മത്തിൽ ആസക്തനായിരിക്കുന്ന എനിക്ക് ശ്രേയോന്ന് ജാനാമി, ശ്രേയസ്സിനെ പറ്റി അറിയില്ല. അതോമേ, അതുകൊണ്ട് ആ ജ്ഞാനം, ജ്ഞാനം, ആ ജ്ഞാനം, ശരിക്കുള്ള ജ്ഞാനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു തന്നാലും. അതാണ് വ്യാഖ്യാനം. ഹേ മഹാഭാഗ, കർമാപവിദ്ധധീ ശ്രേയോന്ന് ജാനാമി, അതോമേ ജ്ഞാനം ബ്രൂഹി. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. ഗൃഹേഷു ഗൂഢധർമ്മേഷു പുത്രാരാധന ആർത്ഥധീ. ഗൃഹേഷു ഗൂഢധർമ്മേഷു ധനാർത്ഥധീ ന പരം വിന്ദതേ മൂഢോ ഭ്രാമ്യൻ സംസാരവത്മസു. ന പരം വിന്ദതേ മൂഢോ ഭ്രാമ്യൻ സംസാരവത്മസു. അതായത് പുത്രധാരധനാർത്ഥധീ, പുത്രന്മാരെ, ഭാര്യ തുടങ്ങിയിട്ടുള്ള ഭാര്യാധനം ഇവയൊക്കെയാണ് ആ പുരുഷാർത്ഥങ്ങൾ എന്ന് ധരിച്ചിട്ട് കൂടധർമ്മേഷു, ആ കപടധർമ്മം ആയിരിക്കുന്ന ആ ഗൃഹസ്ഥാവസ്ഥയിൽ ആ സംസാരമാർഗങ്ങളിൽ ചുറ്റിത്തിരിയണം. ഗൃഹേഷു ഗൂഢധർമ്മേഷു പുത്രധാരധനാർത്ഥധീയ പരം വിന്ദതേ മൂഢോ, അതിൽ ചുറ്റിക്കറങ്ങി മൂഢനായിട്ട് ഭ്രാമ്യൻ ചുറ്റിക്കറങ്ങുന്നു. സംസാരവത്മസു, സംസാരമാർഗത്തിൽ ചുറ്റിത്തിരിഞ്ഞ് അജ്ഞാനി മൂഢ പരമശ്രേയസിനുള്ള ഉപായത്തെ ന വിന്ദതയെ പ്രാപിക്കുന്നില്ല, അറിയുന്നില്ല. അങ്ങനെ ആ സംസാര ക്ലേശങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ആ സംസാര ക്ലേശങ്ങളിൽ മുങ്ങി പൊങ്ങുന്ന ആ ഗൃഹസ്ഥാശ്രമി ആ പരമശ്രേയസ് എന്താണെന്ന്, പരമമായിരിക്കുന്ന ജ്ഞാനം എന്താണെന്നുള്ളത് അതിനെപ്പറ്റി അറിയുന്നില്ല, അത് പ്രാപിക്കുന്നില്ല, പരമശ്രേയസിനുള്ള ഉപായത്തെ പ്രാപിക്കുന്നില്ല അർത്ഥം. അപ്പോൾ ഇതിൽ പറയുന്ന പദങ്ങൾ പുത്രധാരധനാർത്ഥധീ, മക്കൾ, ഭാര്യാധനം ഇവയാണ് പുരുഷാർത്ഥങ്ങളെന്ന് ധരിച്ച്, കൂടധർമ്മേഷു, കപടധർമ്മമായിരിക്കുന്ന ഗൃഹേഷു, ഗൃഹസ്ഥാവസ്ഥയിലെ സംസാരവത്മസു, സംസാരമാർഗങ്ങളിൽ ഭ്രാമ്യൻ ചുറ്റിത്തിരിയുന്ന മൂഢ അജ്ഞാനി പരമശ്രേയസിനുള്ള ഉപായത്തെ ന വിന്ദതേ പ്രാപിക്കുന്നില്ല. എന്നുകൂടി പറയാം. പുത്രധാരധനാർത്ഥധീ, മക്കൾ, ഭാര്യാധനം ഇവയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് ധരിച്ച്, കൂടധർമ്മേഷു, കപടധർമ്മമായിരിക്കുന്ന ഗൃഹേഷു,
ഗൃഹസ്ഥാവസ്ഥയിലെ സംസാരവത്മസു സംസാരമാർഗങ്ങളിൽ ഭ്രാമ്യൻ ചുറ്റിത്തിരിയുന്ന മൂഢ അജ്ഞാനി പരമശ്രേയസിനുള്ള ഉപായത്തെ നവിന്ദതേ പ്രാപിക്കുന്നില്ല. അപ്പോൾ അന്വയം വന്നിട്ട് പുത്രധാരധനാർത്ഥധീ കൂടധർമ്മേഷു ഗൃഹേഷു സംസാരവത്മസു ഭ്രാമ്യൻ മൂഢ പരം ഉപായം ന വിന്ദതേ. ഒന്നുകൂടി പറയാം. പുത്രധാരധനാർത്ഥധീ കൂടധർമ്മേഷു ഗൃഹേഷു സംസാരവത്മസു ഭ്രാമ്യൻ മൂഢ പരം ന വിന്ദതേ. അതായത് ആ മക്കൾ, ഭാര്യാധനം ഇവയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് ധരിച്ച് ആ കപടധർമ്മമായിരിക്കുന്ന ആ ഗൃഹസ്ഥ അവസ്ഥയിൽ ആ സംസാരമാർഗങ്ങളിൽ ചുറ്റിത്തിരിയണ ആ അജ്ഞാനി പരമശ്രേയസിലുള്ള ഉപായത്തെ പ്രാപിക്കുന്നില്ല. പുത്രൻ, ഭാര്യാധനം ഇത്യാദികളിൽ ഭ്രമിച്ച് കപടധർമ്മങ്ങളിൽ മനസ്സ് വരുത്തുന്ന ആ മൂഢനായിരിക്കുന്ന ഗൃഹസ്ഥന് സംസാരമാർഗത്തിൽ ചുറ്റിത്തിരിയാനല്ലാതെ കണ്ട് ആ ജ്ഞാനം എന്തെന്നറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കപടധർമ്മങ്ങളോട് കൂടിയവനും അതിനാൽ തന്നെ ആ സംസാര ക്ലേശങ്ങൾക്ക് കാരണങ്ങളുമായിരിക്കുന്ന ഗൃഹാദികളിൽ ഭ്രമിച്ച് ആ പുത്രൻ, പത്നി, ധനാദികൾ എന്നിവ തന്നെ പരമപുരുഷാർത്ഥം എന്ന് കരുതുന്ന മൂഢൻ ആ പരമശ്രേയസിനെ അറിയുകയില്ല. ഭഗവൻ, ഞാൻ മാത്രമല്ല ലോകത്തിൽ മിക്ക ജനവും ഇത്തരക്കാർ തന്നെ. ഓരോ കർമ്മങ്ങൾക്കും അക്ഷയമായിരിക്കുന്ന ഫലം സിദ്ധിക്കും എന്ന് മധുരമായി ഫലശ്രുതി പറയുന്ന വേദവാക്യത്തിൽ ഭ്രമിച്ചിട്ട് ഗൃഹസ്ഥാശ്രമികൾ അവർക്ക് വിധിച്ചിരിക്കുന്ന കാമ്യകർമ്മങ്ങളിലും പുത്രന്മാർ, ഭാര്യമാർ, ധനാദികൾ ഇവയിലും പരമാർത്ഥ ബുദ്ധിയെ ഉറപ്പിക്കുന്നു. നിരന്തരം കാമ്യകർമ്മങ്ങളെ ചെയ്യുന്നതിനാൽ വീണ്ടും വീണ്ടും ജനനമരണങ്ങൾക്ക് പാത്രീഭൂതനാകുന്നു. അത് നിമിത്തം പുരുഷാർത്ഥം സ്വരൂപമായിരിക്കുന്ന മോക്ഷം അവർക്ക് സിദ്ധിക്കുന്നില്ല. അതിനാൽ എന്നെ ആ കർമ്മബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മോക്ഷത്തിൻ്റെ കാരണമായിരിക്കുന്ന ആ പരിശുദ്ധ ജ്ഞാനത്തെ നിന്തിരുവടി കൃപ ചെയ്ത് അരുളി ചെയ്താലും. അപ്പോൾ ഇവിടെ മൂഢ സംസാരമാർഗേഷു ഭ്രാമ്യൻ, മൂഢന്മാരായിരിക്കുന്നവർ ആ സംസാരമാർഗത്തിൽ ഭ്രമിച്ചിട്ട് സൻ പരം ശ്രേയോ, പരമമായിരിക്കുന്ന ശ്രേയസിനെ ന വിന്ദതേ, അതിനെ മനസ്സിലാക്കുന്നില്ല. മൂഢ സംസാരമാർഗേഷു ഭ്രാമ്യൻ, മൂഢന്മാരായിരിക്കുന്നവർ ആ സംസാരമാർഗത്തിൽ ഭ്രമിച്ചിട്ട് സൻ പരമമായ ശ്രേയസിനെ ശ്രേയോ ന വിന്ദതേ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനം മൂഢ സംസാരമാർഗേഷു ഭ്രാമ്യൻ സൻ പരം ശ്രേയോ ന വിന്ദതേ. അപ്പോൾ ഇനി നാരദൻ പറയണം. അപ്പോൾ നാരദൻ പറയണം. നാരദ ഉവാച ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ സപ്ജ്ഞാപിതാൻ ജീവസംഖാൻ നിർഘൃണേന സഹസ്രശഃ. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ സപ്ജ്ഞാപിതാൻ ജീവസംഖാൻ നിർഘൃണേന സഹസ്രശഃ. ഭോ പ്രജാപതേ, അല്ലയോ പ്രജാപാലകനായിട്ടുള്ളവനെ, ഭോ രാജൻ, അല്ലയോ രാജാവേ, ദയാവായ്പില്ലാതെ നിർഘൃണേന, ദയാവായ്പില്ലാത്ത അങ്ങയാൽ ആ യജ്ഞത്തിൽ ആ പശ്വാലംബനം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് യജ്ഞപശുക്കളായിരിക്കുന്ന ആ ജീവികളുടെ സംഘങ്ങളെ ഒന്ന് നോക്കാൻ പറയുകയാണ്. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യ, ആ പശുക്കളെ വീക്ഷിക്കാൻ, പശ്യ ത്വയാധ്വരെ, അങ്ങ് ആ യജ്ഞത്തിൽ അങ്ങനെ വധിച്ച ആ പശുക്കളെ നോക്കാൻ, സപ്ജ്ഞാപിതവാൻ
ആ പശ്വാലംബനം ചെയ്തു. സംജ്ഞാപിതവാൻ എന്ന പശ്വാലംബനം ചെയ്തു. അങ്ങനെയുള്ള ജീവസംഘാൻ നിർഘൃണേന സഹസ്രശ, ആ ആയിരക്കണക്കിന് പശുക്കൾ, ആ യജ്ഞപശുക്കൾ, സഹസ്രശ പശുക്കൾ, പശുവും യജ്ഞപശുക്കളായിട്ടുള്ള അവരുടെ സംഘാൻ, ജീവികളുടെ സംഘങ്ങളെ നോക്കാൻ. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരെ സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഘൃണേന സഹസ്രശ. പദങ്ങൾ ഭോ പ്രജാപതേ, അല്ലയോ പ്രജാപാലകരായവനെ, ഭോ രാജൻ, അല്ലയോ രാജാവേ, നിർഘൃണേന ദയാവായ്പില്ലാത്ത, ത്വയാ അങ്ങയാൽ, അങ്ങക്ക് യാതൊരു ദയയും കൂടാതെയാണ് ഇത്രയും ജീവജാലങ്ങളെ അങ്ങ് യജ്ഞത്തിൽ പശ്വാലംബനം ചെയ്തത്. ദയാവായ്പില്ലാത്ത ത്വയാ അങ്ങയാൽ, അധ്വരെ യജ്ഞത്തിൽ, സംജ്ഞാപിതാൻ പശ്വാലംബനം ചെയ്യപ്പെട്ട, സഹസ്രശ ആയിരക്കണക്കിന് പശൂൻ യജ്ഞപശുക്കളായിരിക്കുന്ന ജീവസംഘാൻ ജീവികളുടെ സംഘങ്ങളെ പശ്യ നോക്കൂ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഭോ പ്രജാപതേ, അല്ലയോ പ്രജാപാലകനായവനെ, ഭോ രാജൻ, അല്ലയോ രാജാവേ, നിർഘൃണേന ദയാവായ്പില്ലാത്ത, ത്വയാ അങ്ങയാൽ, അധ്വരെ യജ്ഞത്തിൽ, സംജ്ഞാപിതാൻ പശ്വാലംബനം ചെയ്യപ്പെട്ട, സഹസ്രശ ആയിരക്കണക്കിന് പശൂൻ യജ്ഞപശുക്കളായിരിക്കുന്ന ജീവസംഘാൻ ജീവികളുടെ സംഘങ്ങളെ പശ്യ നോക്കൂ. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ഭോ പ്രജാപതേ ഭോ രാജൻ നിർഘൃണേന ത്വയാ അധ്വരെ സംജ്ഞാപിതാൻ സഹസ്രശഃ പശൂൻ ജീവസംഘാൻ പശ്യ. എന്നും കൂടി പറയാം. ഭോ പ്രജാപതേ ഭോ രാജൻ നിർഘൃണേന ത്വയാ അധ്വരെ സംജ്ഞാപിതാൻ സഹസ്രശഃ പശൂൻ ജീവസംഘാൻ പശ്യ. അല്ലയോ പ്രജാപാലകനായിരിക്കുന്നവനെ, അല്ലയോ രാജാവേ, ദയാവായ്പില്ലാത്ത അങ്ങയാൽ യജ്ഞത്തിൽ പശ്വാലംബനം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് യജ്ഞപശുക്കളായിരിക്കുന്ന ജീവികളുടെ സംഘങ്ങളെ നോക്കൂ. ഇപ്പം അന്വയം വന്നിട്ട് ഭോ പ്രജാപതേ ഭോ രാജൻ നിർഘൃണേന ത്വയാ അധ്വരെ സംജ്ഞാപിതാൻ സഹസ്രശഃ പശൂൻ ജീവസംഘാൻ പശ്യ. പ്രാചീന ബർഹിസ് ആകാവുന്നത്ര യജ്ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുവല്ല. ആ യജ്ഞങ്ങളിൽ ഹിംസിക്കപ്പെട്ട ആ പരസഹസ്രം യജ്ഞപശുക്കളുടെ പരേതാത്മാക്കളെ ശ്രീനാരദ മഹർഷി തൻ്റെ യോഗശക്തി കൊണ്ട് പ്രാചീന ബർഹിസിന് കാണിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലയോ പ്രജകളുടെ അധിപനായവനെ, അല്ലയോ രാജാവേ, അങ്ങയാൽ യജ്ഞങ്ങളിൽ നിഷ്കരുണം ഹിംസിക്കപ്പെട്ട നിരുപദ്രവികളായിരിക്കുന്ന ആയിരക്കണക്കിനുള്ള പശുക്കളുടെ സമൂഹത്തെ കണ്ടാലും എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീനാരദ മഹർഷി പറയുന്നു, പ്രജാപതേ രാജൻ, ദയയില്ലാത്ത അങ്ങയാൽ യജ്ഞത്തിൽ വെച്ച് കൊല്ലപ്പെട്ട നിരുപദ്രവികളായിരിക്കുന്ന അനേകായിരം ജീവജാലങ്ങളെ അങ്ങ് നോക്കുക. നാരദൻ പറയണ, പ്രാചീന ബർഹിസിന് കർമ്മങ്ങളിൽ വെറുപ്പും ജ്ഞാനത്തിൽ ആദരവും ഉണ്ടെന്ന് കണ്ടുവെങ്കിലും അതിന് ഇളക്കം വരാതിരിക്കണമെന്നുള്ള ആ കരുണയാൽ യോഗവൈഭവത്താൽ ശ്രീനാരദൻ മുനി രാജാവ് യാഗത്തിൽ സംഹരിച്ച പശുക്കളെ കാട്ടിക്കൊടുത്തു. ഹേ രാജൻ, അങ്ങുന്ന് പ്രജകളെ പരിപാലിക്കുന്നതായിരിക്കുന്ന ധർമ്മത്തെ സ്വീകരിച്ചിരിക്കെ കാരുണ്യമില്ലാതെ യാഗങ്ങളിൽ അനേകമായി വർദ്ധിച്ചിരിക്കുന്ന പ്രാണിവർഗങ്ങൾ ഒന്നായി ചേർന്ന് നിൽക്കുന്ന അതിനെ നോക്കുക. പ്രജാപാലകൻ ഈ വിധം പ്രവർത്തിച്ചത് എങ്ങനെ യഥാർത്ഥ പ്രജാപാലനം ആകും? പ്രജാഘാതകനല്ലയോ ആ വിധം പ്രവർത്തിക്കുന്നത്? രാജധർമ്മത്തെ പ്രജാഘാതകനല്ലയോ ആ വിധം പ്രവർത്തിക്കുന്നത് എന്ന രാജധർമ്മം, അതിനെപ്പറ്റി ആലോചിക്കുക എന്ന് പറയുകയാണ്, ആലോചിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ തേ ത്വയി മൃതേ സതി ബ്രാഹ്മ്യൻ സൻ പരം ശ്രേയോന്ന് വിന്ദതേ നാരദ ഉവാച. നാരദൻ പറയുകയാണ്, ഹേ രാജനല്ലയോ രാജാവേ, യജ്ഞാദിഷു യാൻ പശൂൻ, ആ യജ്ഞാദികളിലൂടെ ഏതെല്ലാം പശുക്കളെ മാരിതവാനസി അങ്ങയാൽ വധം ചെയ്യപ്പെട്ടു, ഹിംസിക്കപ്പെട്ടു. യജ്ഞാദിഷു യാൻ പശൂൻ മാരിതവാനസി,
ആ യജ്ഞത്തിൽ അങ്ങ് നിർദ്ദയമായിട്ട് എത്ര പശുക്കളെ കൊന്നു? യജ്ഞാദിഷു യാൻ പശൂൻ മാരിതവാനസി, പ്രജാക്ഷേമത്തിന് എന്ന പേരും പറഞ്ഞിട്ട് എത്ര പശുക്കളെയാണ്, നിരുപദ്രവിക്കുന്ന പശുക്കളെയാണ് അങ്ങ് കൊന്നതെന്നർത്ഥം. ഹേ രാജൻ, യജ്ഞാദിഷു യാൻ പശൂൻ മാരിതവാനസി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 8ാമത്തെ ശ്ലോകം. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംപരേതമയക്കൂടൈ ഛിന്ദന്ത്യുത്ഥിത മന്യവഃ. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംപരേതമയക്കൂടൈ ഛിന്ദന്ത്യുത്ഥിത മന്യവഃ. അങ്ങയുടെ ആ ഉപദ്രവം ഓർമ്മ വെച്ചുകൊണ്ട് ഇവകൾ അങ്ങയെ മരിച്ചു കിട്ടുവാൻ കാത്തിരിപ്പാണ്. അങ്ങയുടെ ഉപദ്രവം ഓർമ്മിച്ചുകൊണ്ട് ഇവകൾ അങ്ങയുടെ മരണത്തെ കാത്തിരിപ്പാണ്. കോപാവേശത്തിനുള്ള ഇവർ ഇരുമ്പുമുന പോലുള്ള കൊമ്പുകൾ കൊണ്ട് കുത്തിപ്പിളർക്കുന്നു. അപ്പോൾ ഏതേ ത്വാം സംപ്രതീക്ഷന്തേ, ഇവർ അങ്ങയെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. സ്മരന്തോ, ആലോചിക്കുന്നു. വൈശസം തവ, അങ്ങയുടെ ആ ഉപദ്രവം അതിനെപ്പറ്റി ഓർത്തിട്ട് അങ്ങയുടെ വൈശസ ഉപദ്രവം ഓർമ്മ വെച്ചിട്ട് ഇവകൾ അങ്ങയെ സംപരേത മരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പാണ്. സംപരേതമയക്കൂടൈ ഛിന്നന്ത്യുത്ഥിതമന്നവ സംപ്രതീക്ഷന്തേ, കാത്തിരിപ്പാണ്. ഉത്ഥിതമന്നവ, എങ്ങനെ കാത്തിരിപ്പ്? കോപാവേശം ഉള്ള ഇവരെ എന്ത് ചെയ്യണു? അയക്കൂടൈഹി, സംപരേതമയക്കൂടൈഹി, ഇരുമ്പുമുന പോലുള്ള ആ കൊമ്പുകൾ കൊണ്ട് ഛിന്ദന്തി, കുത്തിപ്പിളർക്കുന്നു. ആ അങ്ങയെ അങ്ങനെ കുത്തിപ്പിളർക്കുകയാണ് ചെയ്യണം, അങ്ങയുടെ ആ സ്വരൂപത്തെ. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. തവ, അങ്ങയുടെ വൈശസം ഉപദ്രവം, സ്മരന്തഃ ഓർമ്മ വെച്ചുകൊണ്ട്, ഏതേ ഇവകൾ, ത്വാം അങ്ങയെ, സംപരേതം മരിച്ചു കിട്ടുവാൻ, സംപ്രതീക്ഷന്തേ കാത്തിരിപ്പാണ്, ഉത്ഥിതമന്യവഃ കോപാവേശമുള്ള ഇവർ, അയക്കൂടൈഹി ഇരുമ്പുമുന പോലുള്ള കൊമ്പുകൾ കൊണ്ട്, ഛിന്ദന്തി കുത്തിപ്പിളർക്കുന്നു. എന്നുകൂടി പറയാം. തവ അങ്ങയുടെ വൈശസം ഉപദ്രവം, സ്മരന്തഃ ഓർമ്മ വെച്ചുകൊണ്ട്, ഏതേ ഇവകൾ, ത്വാം അങ്ങയെ, സംപരേതം മരിച്ചു കിട്ടുവാൻ, സംപ്രതീക്ഷന്തേ കാത്തിരിപ്പാണ്, ഉത്ഥിതമന്യവഃ കോപാവേശമുള്ള ഇവർ, അയക്കൂടൈ ഇരുമ്പുമുന പോലുള്ള കൊമ്പുകൾ കൊണ്ട്, ഛിന്ദന്തി കുത്തിപ്പിളർക്കുന്നു. തന്വയം. തവ വൈശസം സ്മരന്തഃ ഏതേ ത്വാം സംപരേതം സംപ്രതീക്ഷന്തേ ഉത്ഥിതമന്യവഃ അയക്കൂടൈഹി ഛിന്ദന്തി. ഒന്നുകൂടി പറയാം. തവ വൈശസം സ്മരന്തഃ ഏതേ ത്വാം സംപരേതം സംപ്രതീക്ഷന്തേ ഉത്ഥിതമന്യവഃ അയക്കൂടൈഹി ഛിന്ദന്തി. അപ്പോൾ അങ്ങയുടെ ആ ഉപദ്രവം ഓർമ്മ വെച്ചുകൊണ്ട് ഇവകൾ അങ്ങയെ മരിച്ചു കിട്ടുവാൻ വേണ്ടി കാത്തിരിപ്പാണ്. കോപാവേശമുള്ള ഇവർ ആ ഇരുമ്പ് മുനമുള്ള പോലുള്ള ആ കൊമ്പുകൾ കൊണ്ട് അങ്ങനെ കുത്തിപ്പിളർക്കുന്നു എന്നാണ് പറയുന്നത്. നിരുപദ്രവികളായിരിക്കുന്ന ആയിരക്കണക്കിന് പശുക്കളെ, അല്ലയോ പ്രജകളുടെ അധിപനായവനെ, അല്ലയോ രാജാവെ, അങ്ങയാൽ യജ്ഞങ്ങൾ നിഷ്കരണം ഹിംസിക്കപ്പെട്ട നിരുപദ്രവികളായിരിക്കുന്ന ആയിരക്കണക്കിന് പശുക്കളുടെ സമൂഹത്തെ കണ്ടാലും അവയെല്ലാം അനുഭവിച്ച ദ്രോഹം ഉള്ളിൽ വെച്ചുകൊണ്ട്, അതിനെ സ്മരിച്ചുകൊണ്ടെന്നർത്ഥം. അങ്ങയുടെ മരണവും കാത്ത് ഇരിപ്പാണ്. അങ്ങയുടെ ആ ജീവൻ പോയി കിട്ടിയാൽ അവയെല്ലാം കൂടി അങ്ങയെ പരലോകത്ത് വെച്ചിട്ട് ആ ഇരുമ്പ് കൊണ്ടുള്ള ആയുധം പോലെയുള്ള മൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് കുത്തിക്കീറും പറഞ്ഞിരിക്കും. അപ്പോൾ സംജ്ഞാപനം എന്ന ആ യജ്ഞത്തിലെ ആ പശുവാലംബനത്തിനാണ് സംജ്ഞാപനം എന്ന് പറയുന്നത്. യജ്ഞത്തിലെ പശുവാലംബനത്തെപ്പറ്റി ആചാര്യന്മാർ ഭിന്നാഭിപ്രായക്കാരാണ്. ശ്രീനാരദ മഹർഷി യജ്ഞങ്ങൾക്ക് തീരെ എതിരാണ്. രാജസൂയ സദസ്സിൽ വെച്ചിട്ട് യുധിഷ്ഠിരനോട് ഹിംസ്രം ദ്രവ്യമയം കാമ്യം അഗ്നിഹോത്രാദ്യ അശാന്തിതം എന്ന് പറയുന്നതായിട്ട് കാണാം. പശുവാലംബനം ഹിംസയിലെന്ന് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലുണ്ട്. അശുദ്ധമിതി ചേന്ന ശബ്ദാത്
എന്ന വേദമന്ത്രസൂത്രത്തിൻ്റെ ഭാഷ്യത്തിലെ നനു ന ഹിംസ്യാത് സർവാഭൂതാനി ഇതി ശാസ്ത്രമേവ ഭൂതവിഷയാം ഹിംസാം അധർമ്മ ഇത്യവഗമയതി ബാഠം ഉത്സർഗസ്തു സഹ അപവാദോഗ്നിശോമീയം പശുമാലഭതേ ഇതി. യാതൊരു ജീവികളെയും ഹിംസിക്കരുതെന്നാണ് പ്രമാണം. സാധാരണ വിധിയും യജ്ഞത്തിലെ പശുവാലംബനം അപവാദവുമാണ്. യാതൊരു ജീവികളെയും ഹിംസിക്കരുതെന്ന പ്രമാണം സാധാരണ വിധിയും യജ്ഞത്തിലെ പശുവാലംബനം അപവാദവുമാണ്. അതിനാൽ പശുവാലംബനം ഹിംസയാകുന്നില്ല എന്നാണ് പറയുന്നത്. ഭാഗവതത്തിലും യത് ഘ്രാണഭക്ഷോ വിഹിത സുരായാസ്തഥാ പശോ ആലഭനം ന ഹിംസ എന്ന് 11-ാമത്തെ ആ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ പറയും. യത് ഘ്രാണഭക്ഷോർ വിഹിത സുരായാസ്തഥാ പശോരാലഭനം ന ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞാർത്ഥം പശവഃ സൃഷ്ട സ്വയമേവ സ്വയംഭുവ യജ്ഞസ്യ ഭൂത്യൈ സർവസ്യ തസ്മാദ് യജ്ഞേ വധോവധ. മനുസ്മൃതിയിൽ സർവത്ര പ്രായശ്ചിത്തമാണ് അശ്വമേധം എന്ന് പശുവാലംബനം കൂടാതെ അശ്വമേധം കഴിച്ചതായിട്ട് ഉപരിചരവസു എന്ന് പറഞ്ഞിട്ട് ഒരു മഹർഷീശ്വരൻ പശുവാലംബനം ചെയ്യാതെയാണ് അശ്വമേധയാഗം കഴിച്ചത്. വിഷ്ണു ഭഗവാൻ നേരിട്ട് വന്ന് പുരോടാശം സ്വീകരിച്ചതായിട്ടും മഹാഭാരതത്തിലുണ്ട്. അപ്പം ഹിംസ ചെയ്തിട്ട് ആ യജ്ഞം കഴിക്കുന്നത് ഒരിക്കലും ധർമ്മമല്ല എന്ന് അവിടെ പല സ്ഥലത്തും കാണിക്കുന്നുണ്ട്. ഹിംസയല്ല എന്നൊക്കെ അപവാദങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഹിംസ കൂടാതെ കണ്ടിട്ടുള്ള യജ്ഞങ്ങളാണ് പരിശുദ്ധമായിരിക്കുന്ന യജ്ഞങ്ങൾ. ന തത്ര പശുഘാതോ ഭൂൽ സ രാജൈവം സ്ഥിതോ ഭവത് പ്രീതസ്തതോസ്യ ഭഗവാൻ ദേവദേവ പുരാതനഃ സാക്ഷാത്തം ദർശയാമാസ. ശാന്തിപർവ്വത്തിൽ പറയണ്ട യജ്ഞത്തിൽ ഹിംസയെപ്പറ്റി ചിന്തിച്ചാൽ പോലും ആപൽക്കരമെന്ന് കാണിക്കുന്ന ഒരാഖ്യാനം ശ്രീനാരദ മഹർഷി തന്നെ പറയുന്നതായിട്ട് ഭാരതത്തിലുണ്ട്. യജ്ഞത്തിൽ ഹിംസയെപ്പറ്റി ചിന്തിച്ചാൽ പോലും ആപൽക്കരമാണ്, ഹിംസയെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ ആപൽക്കരമാണെന്ന് കാണിക്കുന്ന ഒരാഖ്യാനം ശ്രീനാരദ മഹർഷി പറയുന്നുണ്ട്. ഹിംസാരഹിതമായിരിക്കുന്ന യജ്ഞമേ സ്വർഗപ്രാപ്തിക്ക് ഉതകൂ എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്. ഹിംസാരഹിതമായിരിക്കുന്ന യജ്ഞമേ സ്വർഗപ്രാപ്തിക്ക് ഉതകൂ എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്. അഗ്നേയം യജ്ഞമധ്വരം വിശ്വതഃ പരിഭൂരസി സ ഇദ്ദേവേഷു ഗച്ഛതി. യം അധ്വരം യജ്ഞം ഹിംസാരഹിതം യജ്ഞം സർവാസു ദിക്ഷു പരിതഃ പ്രാപ്തവാൻ സ യജ്ഞ ഏവ ദേവാൻ പ്രാപ്നോതി. സായണ ഭാഷ്യത്തിൽ ഇങ്ങനെ ആ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന പ്രമാണങ്ങളാൽ സിദ്ധിക്കുന്നത് ആ യജ്ഞത്തിൽ പശുവാലംബനം അനുവദനീയമാണെങ്കിലും ആശാസ്യമല്ല എന്നാണ്. അനുവദനീയമാണെങ്കിലും ആശാസ്യമല്ല. പശുവാലംബനം തെറ്റാണെന്ന് പറഞ്ഞുകൂടെങ്കിലും കൂടാതെ കഴിക്കുകയാണ് ഉത്തമം. ആ സ്ഥിതിക്ക് പശുവാലംബനത്തോടു കൂടിയിരിക്കുന്ന അനേകം യജ്ഞങ്ങൾ ജീവിതകാലം മുഴുവൻ തുടരെ നടത്തുന്നത് ആപത്കരം തന്നെ എന്നാണ് ആ നാരദവാക്യത്തിൻ്റെ സാരാംശമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രജാപതേ രാജൻ ദയില്ലാത്ത അങ്ങയാൽ ആ യജ്ഞത്തിൽ വെച്ച് കൊല്ലപ്പെട്ട നിരുപദ്രവികളായിരിക്കുന്ന അനേകായിരം ജീവജാലങ്ങളെ നോക്കുക. ഈ ജന്തുക്കൾ അങ്ങയുടെ ദ്രോഹം സ്മരിച്ച് പകരം വീട്ടാൻ അങ്ങയെ കാത്തുകൊണ്ടിരിക്കുന്നു. ഇവ കോപം കലർന്നവരായിട്ട് മരണാനന്തരം വന്നു ചേരുന്ന അങ്ങയെ ഇരുമ്പു യന്ത്രം പോലെ കഠിനമായിരിക്കുന്ന കൊമ്പുകൾ കൊണ്ട് കുത്തേറ്റ് മുറിവുണ്ടാക്കിപ്പിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ കർമ്മത്തിൽ വിരക്തിയെയും ജ്ഞാനത്തിൽ താല്പര്യത്തെയും ജനിപ്പിച്ച ശേഷം വിഷയാസക്തനായിരിക്കുന്ന രാജാവിനോട് പരമാത്മസ്വരൂപത്തെ ശരിക്ക് നേരിട്ട് പറഞ്ഞാൽ ധരിപ്പാൻ പ്രയാസമായിരിക്കും.
വിഷയികൾക്ക് വിഷയസംബന്ധമായിരിക്കുന്ന കഥകൾ കേൾപ്പാൻ താല്പര്യമുണ്ടാകും. അതിൽ പരോക്ഷ രൂപേണ ആത്മസ്വരൂപത്തെ ധരിപ്പിക്കുന്നതാണ് സമുചിതം എന്നുള്ള കാരണത്താൽ ശ്രീനാരദ മഹർഷി പുരഞ്ജനാകഥാവ്യാജേന രാജാവിന് ആത്മജ്ഞാനത്തെ ഉപദേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് പറഞ്ഞത് അപ്പോൾ ഈ ജന്തുക്കൾ ഇവ അങ്ങനെ നിൽക്കുന്നത് എന്തിനായിട്ടെന്ന് അറിയാമോ? അങ്ങുന്ന അവയുടെ നേരെ പ്രവർത്തിച്ചതായിരിക്കുന്ന ആ ഘോരകർമ്മങ്ങളെ ആലോചിച്ചുകൊണ്ട് അങ്ങയെ കാത്തു നിൽക്കുകയാകുന്നു. ഈ സ്ഥൂല ശരീരം വിട്ട് പരലോകത്ത് ചെല്ലുന്ന അങ്ങയുടെ നേരെ ഉജ്ജ്വലിക്കുന്ന ക്രോധത്തോടു കൂടിയ അവയുടെ ഇരുമ്പ് പോലെ കഠിനങ്ങളായിരിക്കുന്ന കൊമ്പുകൾ കൊണ്ട് കുത്തിത്തുളച്ച് ഛിന്ന ഭിന്നമാക്കുവാൻ ഇവ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക? തേ ത്വയി മൃത്തേ സതി ലോഹമയീ കൂടൈസ്ത്വാം പരലോകേ ഛിന്ദന്തി. അപ്പോൾ ഈ പശുക്കൾ തേ ത്വയി അങ്ങയുടെ മൃതേ സതി അങ്ങയുടെ മരണം അതിനെ പറ്റിയിട്ട് കാത്തിരിക്കുകയാണ്. ലോഹമയൈഹി കൂടൈസ്ത്വാം ആ ഇരുമ്പ് മൂർച്ചയുള്ള ആ കൊമ്പുകളെ കൊണ്ട് പരലോകത്തിൽ വന്നു കഴിഞ്ഞാൽ പരലോകേ ചിന്തന്തി അവിടെ വെച്ച് കുത്തി മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് തുളയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. തേ ത്വയി മൃതേ സതി ലോഹമയൈഹി കൂടൈസ്ത്വാം പരലോകേ ചിന്തന്തി. തേ ത്വയി മൃതേ സതി ലോഹമയൈഹി കൂടൈസ്ത്വാം പരലോകേ ചിന്തന്തി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ 8 ശ്ലോകങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.